അരീക്കോട്ടെ രണ്ട് തട്ടുകടകളിലേക്ക് ആളുകളെ ചിക്കൻ പീസിന് വലിപ്പം കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കയറ്റുന്ന പോലെ ഒട്ടും സ്ട്രെസ് ഇല്ലാതെ എൻട്രൻസിന് പഠിക്കാൻ പറ്റുമോ എന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട്. സ്ട്രെസ് ഇല്ലെങ്കിൽ ഞാനൊന്ന് എടുത്തു നോക്കാം. അപ്പോഴാണ് അവർ ചില പരസ്യങ്ങൾ കാണുന്നത്. സ്ട്രെസ് ഫ്രീ ആയി എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാം, നീറ്റിനും ജെഇക്കും ഒക്കെ ഒരു സ്ട്രെസ്സും ഇല്ലാതെ പഠിക്കാം തുടങ്ങിയ പരസ്യങ്ങൾ അവർ കാണുന്നുണ്ടാവാം. യഥാർത്ഥത്തിൽ ഈ പരസ്യങ്ങൾ ഒട്ടും വിശ്വസിച്ചുകൂടാന്നുള്ളതാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്. ഒരു വർഷം നമ്മളൊരു കാര്യത്തിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഉറപ്പായും സ്ട്രെസ് ഉണ്ടാവും. അത് ഇടയ്ക്ക് അഡ്മിഷന്റെ തുടക്ക സമയത്ത് ആദ്യത്തെ ആഴ്ചകളിലൊക്കെ മാളിൽ കൊണ്ടുപോയിട്ടും ബീച്ചിൽ കൊണ്ടുപോയിട്ടും ഐസ്ക്രീം വാങ്ങിക്കൊടുത്തുകൊണ്ടും തീർക്കാൻ പറ്റുന്നതല്ല യഥാർത്ഥത്തിൽ എൻട്രൻസിന്റെ ടെൻഷൻ. കാരണം നമ്മൾ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ പഠിക്കാത്ത കുറെ ടോപ്പിക്കുകൾ, ബോർഡ് എക്സാമിന് നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറെ ടോപ്പിക്കുകൾ, ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യാനുള്ളത്. വളരെ ഫേക്ക് ആയിട്ടുള്ള സ്ട്രെസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്ന് മാറി വൃത്തിയായി കോണ്ടന്റ് നന്നായി പഠിച്ച് സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യാന്നുള്ളതും എക്സാമുകൾ നന്നായി എഴുതി സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യാന്നുള്ളതും അതിനെ റിയലിസ്റ്റിക് ആയി ഉൾക്കൊള്ളാന്നുള്ളതൊക്കെയാണ് ചെയ്യാനുള്ളത്. അരീക്കോട്ടെ രണ്ട് തട്ടുകടകളിലേക്ക് ആളുകളെ ചിക്കൻ പീസിന് വലിപ്പം കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കയറ്റുന്ന പോലെ സ്ഥാപനങ്ങളിലേക്ക് ആളുകളെ വിളിച്ചു കയറ്റുന്ന നിരനിരകളായി തട്ടുകടകൾ ഇടുന്ന പോലെ നിരനിരകളായി എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ പുറത്തു വരുമ്പോൾ അവർക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി പലതും പറയേണ്ടി വരും. ഇത് സ്ട്രെസ് ഫ്രീ ആയ എൻട്രൻസ് കോച്ചിങ് എന്നുള്ള ആ ഒരു പോയിന്റിന് മാത്രം വളരെ ശക്തമായി എതിർക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.